സ്പേസ് എക്സ് സ്റ്റാർഷിപ്പിന്റെ 9ാം പരീക്ഷണ വിക്ഷേപണ ദൗത്യം പരാജയപ്പെട്ടു എന്ന വാർത്ത. യഥാർത്ഥത്തിൽ എലോൺ മസ്കിന്റെ ഈ ദൗത്യം പരാജയപ്പെട്ടു എന്ന് അറിയുമ്പോൾ അതിൽ ചില അപകടങ്ങൾ കൂടി പതിയിരിക്കുന്നുണ്ടല്ലോ, വിവരങ്ങൾ. തീർച്ചയായിട്ടും എലോൺ മസ്കിനെ സംബന്ധിച്ച് ഈ ബഹിരാകാശ ദൗത്യങ്ങൾ അത്ര ശരിയായ രീതിയിലല്ല വരുന്നത്. തുടർച്ചയായ ബഹിരാകാശ പരാജയങ്ങളാണ് സ്പേസ് എക്സിനെ തേടി വരുന്നത്. ടെക്സാസിലെ സ്റ്റാർ ബേസ് സ്പേസ് എക്സ് സ്റ്റാർഷിപ്പിന്റെ 9ാം പരീക്ഷണ വിക്ഷേപണ ദൗത്യമാണ് ഇന്ന് വീണ്ടും പരാജയപ്പെട്ടിരിക്കുന്നത്. ബഹിരാകാശ പേടകത്തിന്റെ ഈ പുനഃപ്രവേശനത്തിന് നിർണായകമായ ഒരു ബൂസ്റ്റർ ഘട്ടമുണ്ട്. ആ സമയത്ത് അന്തരീക്ഷത്തിലേക്കുള്ള തിരിച്ചുവരവിൽ ബഹിരാകാശത്തെത്തി അധികം താമസിയാതെ അത് ഈ ബൂസ്റ്റർ ഘട്ടം നഷ്ടപ്പെടുകയായിരുന്നു. കൂടാതെ ഈ പറക്കുന്നതിനിടയിൽ പേലോഡ് വാതിൽ തുറക്കുവാൻ സാധിച്ചില്ല. ഈ പേലോഡ് വാതിലുകൾ തുറക്കുവാൻ കഴിയാതെ വന്നാൽ ഉപഗ്രഹങ്ങൾക്ക് ഈ ഭ്രമണപഥത്തിൽ ഉപഗ്രഹങ്ങളെ എത്തിക്കാനാകില്ല. അതുപോലെ സ്റ്റാർഷിപ്പുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടുവെന്ന് സ്പേസ് എക്സ് തന്നെ ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ സ്റ്റാർഷിപ്പിന്റെ ഇന്ധന ടാങ്കിൽ ചോർച്ച ഉണ്ടായിട്ടുമുണ്ട്. ഈ റോക്കറ്റ് ഇപ്പോൾ ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ് പതിച്ചിരിക്കുന്നത്. പരാജയത്തിൽ നിന്നൊക്കെ പാഠങ്ങൾ ഉൾക്കൊള്ളുമെന്നാണ് സ്പേസ് എക്സ് പറയുന്നത്.